ആദ്യം സീറ്റ് ബെൽറ്റ് ഇടുക. ഇതിൽ എനിക്ക് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്ററും ഒക്കെ അറിയാം. നടുവത്തെ ബ്രേക്ക് ആക്സിലേറ്റർ. ഈ ഫസ്റ്റ് എന്ത് ചെയ്യേണ്ടി? ക്ലച്ച് ഔട്ടുക, ബ്രേക്ക് ഔട്ടുക. ബ്രേക്ക് കത്താനായിട്ടില്ല, പറഞ്ഞു ചെയ്താൽ മതി. ക്ലച്ച് ബ്രേക്ക് ഔട്ടുക, സ്റ്റാർട്ട് ചെയ്യും. സമയമുണ്ടോ? ഓക്കെ, വണ്ടി സ്റ്റാർട്ടായി. ഗിയർ അറിയാമെങ്കിൽ ഇത് പിന്നെ വണ്ടി ന്യൂട്രലുള്ളത്. അതിൻ്റെ ന്യൂട്രലിൻ്റെ മേലക്കും താഴത്തേക്കും ഗിയർ അയക്കാനും രണ്ടിൻ്റെ സെൻറ്ററിലേക്കാരും ന്യൂട്രൽ വരും. എപ്പോഴും ഈ അരുവക്ക് വന്ന് മേലെ കിട്ടാൽ ഫസ്റ്റ് ഗിയർ, ക്ലച്ച് ഫുള്ള് ചവിട്ടി കിട്ടാം. അവിടുന്ന് നേരെ ഈ അരുവ് കൂടെ അടി കിട്ട സെക്കൻഡ് ഗിയർ, ഇവിടെ നിന്നെടുത്ത് നടുവ് കൂടുന്ന് മേലെ കിട്ട തേർഡ് ഗിയർ, അവിടെ നേരെ താഴത്തേക്ക് ഫോർത്ത് ഗിയർ. 4 ഗിയറാണ് മാരുതിക്കുള്ളത്. പിന്നെ ന്യൂട്രൽ വന്ന് ഈ അരുവ് വന്ന് താഴത്തേക്ക് കിട്ട റിവേഴ്സ്. അങ്ങനെ റിവേഴ്സ് ഓരോ ഗിയറും, ഫോർവേഡ് 4 ഗിയറും. ഓക്കെ, ഇനി വണ്ടി ഇങ്ങനെ പോലെ ഫസ്റ്റ് കിട്ടാം. ഓക്കെ, സെക്കൻഡ് ഇട്ടാൽ ഈ അരുവ് കൂടിയ താഴത്തേക്ക്, ഈ അരുവ് കൂടിയ താഴത്തേക്ക്. ഓക്കെ, തേർഡ് കിട്ടാം ഇവിടെ നിർത്ത് നടുവ് കൊടുന്ന് മേലേക്ക്. ഓക്കെ, ഫോർത്ത് ഇട്ടാൽ നേരെ താഴത്തേക്ക്. ഓക്കെ, ന്യൂട്രാക്കുക. ഓക്കെ, ഇനി ഫസ്റ്റ് കിട്ടാം റിവേഴ്സ്. ഓക്കെ, ന്യൂട്രാക്കി ഫസ്റ്റ് കയറി. ഇനി വണ്ടി പോലെ എങ്ങനെയാ വെച്ചാൽ ഹാൻഡ് ബ്രേക്ക് താത്താം. ഓക്കെ, ബ്രേക്ക് കാലെടുക്കുക, ക്ലച്ച് മെല്ലെ വിട്ട് വരിക. വണ്ടിക്ക് ചെറിയൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ ആക്സിലേറ്റർ ടച്ച് ചെയ്താൽ മതി. ഇപ്പം തന്നെ ചെയ്യേണ്ട, മെല്ലെ ക്ലച്ച് മെല്ലെ വിട്ടുക, മെല്ലെ. ഓക്കെ, മെല്ലെ ആക്സിലേറ്റർ ടച്ച് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ പോവും. ഇനി ബ്രേക്ക് കാലം. ഓക്കെ, ക്ലച്ച് ഫുള്ളി ഔട്ട്, ബ്രേക്ക് ഔട്ട്. അതേപോലെ റിവേഴ്സ് ഇട്ടാൽ ബ്രേക്ക് ഔട്ട്. ഓക്കെ, വണ്ടി ഫുള്ള് നിന്നതിന് ശേഷമാണ് റിവേഴ്സ് ഇടാണ് കേട്ടോ. റിവേഴ്സ് ഇട്ടാൽ ന്യൂട്രൽ വന്ന് ആ രൂപ കൊണ്ടുപോയി അടിക്ക്. ഓക്കെ, ക്ലച്ച് മെല്ലെ ഔട്ട് വന്നാൽ മെല്ലെ ഔട്ടുക. ബ്രേക്ക് ക്ലച്ച്. ഓക്കെ, ന്യൂട്രാക്ക്. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് അടിക്കുക. അങ്ങനെ വണ്ടി ജസ്റ്റ് ഫസ്റ്റ് ഓടിക്കുന്ന രീതി. ഓക്കെ.